വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സോഫ്റ്റ് കേക്കാണ് നമ്മൾ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് നമ്മൾ ഗോതമ്പ് പൊടിയിലാണ് തയ്യാറാക്കി എടുക്കുന്നത്. വളരെ ഈസിയാണ്. അതുപോലെ തന്നെ ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട നമുക്കിത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ കൂട്ടത്തിൽ വരുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൽ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് എങ്ങനെ തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ 2 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കുന്നതോ ആയാലും കുഴപ്പമൊന്നുമില്ല. റേഷൻ കടയിൽ നിന്ന് വാങ്ങിക്കാനാണെന്നുണ്ടെങ്കിൽ അരച്ചെടുക്കുക. ഇതിപ്പോൾ ഞാൻ അല്ലാതെ വാങ്ങിയതാണ്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഇനി ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒന്നുകിൽ ബട്ടർ മിൽക്ക് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഞാൻ ബട്ടർ മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. അതുപോലെ തന്നെ മെൽറ്റഡ് ബട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അരക്കപ്പ് ചേർത്ത് കൊടുക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അരക്കപ്പ് സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത് ചോക്ലേറ്റ് ഗനാഷ് ആണ്. ചോക്ലേറ്റ് ഗനാഷ് ഇല്ലാന്നുണ്ടെങ്കിൽ 1 കപ്പ് കൊക്കോ പൗഡർ ചേർത്ത് കൊടുക്കുക. കൊക്കോ പൗഡർ ഇല്ലാന്നുണ്ടെങ്കിൽ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അവോയ്ഡ് ചെയ്യാവുന്നതാണ്. കൊക്കോ പൗഡർ ചേർക്കാണ്ട അല്ലാതെ തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതിൻ്റെ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് ഷുഗർ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ഷുഗർ പൗഡറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 1/2 ടേബിൾ സ്പൂണ് ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് കൊടുക്കാം. ഇതുകൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നല്ല ലൂസായിട്ട് കിട്ടുന്നതായിരിക്കും നമ്മുടെ ബാറ്റർ. ഇപ്പോൾ ഒരുപാട് തിക്നെസ് ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ മാത്രം നമുക്ക് കുറച്ച് പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. പാലല്ലെങ്കിൽ വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുന്നതിലും ഒരു പ്രശ്നവും. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡിയാണ്. നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ 1 സ്പൂണ് വാനില എസൻസ്, അല്ലാന്നുണ്ടെങ്കിൽ വാനില എസൻസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഏലക്കപ്പൊടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മുടെ കേക്ക് ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട്. അതിലേക്ക് ബട്ടർ പേപ്പർ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബാറ്റർ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ ബേക്കായി കിട്ടുന്നതാണ്. ഒരുപാട് നേരം നമ്മൾ സാധാരണ ബേക്ക് ചെയ്യുന്നത് പോലെ ഒരുപാട് നേരം എടുക്കില്ല. 20 to 30 മിനിറ്റ് വരെ നമുക്കിതൊന്ന് ബേക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ എയർ ബബിൾസ് ഒക്കെ കളയാൻ വേണ്ടിയിട്ടാണ്. ഇനി പൊടിച്ച നട്ട്സോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് മേൾ ഭാഗത്തായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്കൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഞാൻ ഒരു പാത്രത്തിൽ സ്റ്റാൻഡ് ഇറക്കി വെച്ചതിന് ശേഷം നമ്മൾ പാത്രം ഇറക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ച് വെച്ചതിന് ശേഷം ഒരു 20 തൊട്ട് ഒരു 30 മിനിറ്റ് വരെ ഇതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 25 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കേക്ക് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊന്ന് നമുക്കൊരു സ്പൂൺ കൊണ്ടൊന്ന് കുത്തി നോക്കാം. ഓക്കെ, നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. നമുക്കിതിനെ ഒരു പാത്രത്തിലേക്കൊന്ന് മാറ്റി കൊടുക്കാം. അടിയിൽ ബട്ടർ പേപ്പർ വെച്ച് കൊടുത്തത് കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ നമുക്ക് പാത്രത്തിൽ നിന്ന് വിട്ട് കിട്ടിയതാണ്. ഇനി നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ചൂടാറിയതിന് ശേഷം കട്ട് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ആ ഒരു സോഫ്റ്റ്നെസ് കൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ചൂട് നന്നായിട്ട് ആറി വന്നതിന് ശേഷം ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ ചോക്ലേറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ അല്ലാതെ തയ്യാറാക്കി എടുക്കുന്ന ഗോതമ്പ് പൊടി കൊണ്ടുള്ള കേക്ക് ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെ കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതിന് ഇത്ര ഇൻഗ്രീഡിയൻസ് ഒന്നും തന്നെ വേണ്ട. ഗോതമ്പ് പൊടിയും ശർക്കരയും വെച്ചിട്ട് തയ്യാറാക്കി എടുക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുകൂടി ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ.